നമസ്കാരം. അക്ഷരാർത്ഥത്തിൻ്റെ പദവിശദീകരണത്തിൽ അർത്ഥവിശദീകരണത്തിൽ ഇന്ന് അതീവ പ്രധാനമായ അർത്ഥം എന്ന പദത്തെയാണ് വിശദീകരിക്കുന്നത്. ജീവിതത്തിൽ അതീവ പ്രസക്തമായ, ജീവിതത്തിന് അത്യന്താപേക്ഷിതമായ ആ പദം, അർത്ഥം എന്ന ആ പദം നമ്മളിവിടെ ഇന്ന് അക്ഷരാർത്ഥത്തിൽ വിശദീകരിക്കുകയാണ്. അക്ഷരം തന്നെയാണ് അർത്ഥമായി വരുന്നത്. അക്ഷരം ശിവനാകുമ്പോൾ അർത്ഥം ശക്തിയാകുന്നു. രണ്ടും ഒന്ന് തന്നെ, അദ്വൈതമാണ്. അക്ഷരാർത്ഥം എന്ന് പറയുന്നത് അദ്വൈതമാണ്, ഏകമാണ്, യോഗമാണ്, അർദ്ധനാരീശ്വരമാണ്. അർത്ഥത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ അക്ഷരാർത്ഥത്തിൽ അർത്ഥതലങ്ങളിൽ ചില കാര്യങ്ങൾ, അർത്ഥതലങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് അർത്ഥതലങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള കാലങ്ങളായിട്ട്. അത് തെറ്റായ വിശദീകരണമാണെന്നൊക്കെ നമ്മൾ കുറേ മുമ്പ് അക്ഷരാർത്ഥത്തിൻ്റെ വിശദീകരണത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ കുറേ അത് മുമ്പുള്ള ഇത് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അർത്ഥം എന്ന് പറയുന്നത് പുരുഷൻ നേടേണ്ടതാണ് എന്ന് ഭാരതീയ സംസ്കൃതി ഭാരതീയരെ ഓർമ്മിപ്പിക്കുന്നു. ഈ അർത്ഥത്തിലൂടെയാണ് മനുഷ്യൻ അഥവാ പുരുഷൻ പരമാർത്ഥത്തിലേക്ക് എത്തുന്നത്. അർത്ഥമാണ് പരമാർത്ഥത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി. നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ട്, കേട്ടറിഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചത് നമ്മൾ പലതും പഠിച്ചിട്ടുള്ളതാണ്. പുരുഷൻ്റെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ എന്ന് പറയുന്നത്, പുരുഷാർത്ഥങ്ങളെന്ന് പറയപ്പെടുന്ന ധർമ്മ കാമ അർത്ഥ മോക്ഷങ്ങൾ നാലെണ്ണമായിട്ട് പറയുന്നു. അപ്പം നാനാർത്ഥമൊന്നും നമുക്കിതിൽ വേണമെങ്കിൽ പറയാം. നാനാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാനാവിധമായിട്ടുള്ള അർത്ഥതലങ്ങൾ. ഈ അർത്ഥതലങ്ങൾ തന്നെ നമുക്ക് ബ്രാഹ്മണം, ക്ഷത്രിയം, വൈശ്യം, ശൂദ്രം എന്നിങ്ങനെ നാലായി പൊതുവെ പറയാൻ പറ്റും. എല്ലാവർക്കും അറിയാവുന്ന അർത്ഥതലങ്ങളാണ്. 4 തലങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അതിനെ വർണ്ണവ്യവസ്ഥയായിട്ടാണ് ആളുകൾ, ജാതി വ്യവസ്ഥയായിട്ടാണ് ആളുകൾ തെറ്റിദ്ധരിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. അത് അർത്ഥതലങ്ങളാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന 4 അർത്ഥതലങ്ങളുടെ മുകളിലാണ് 5 അർത്ഥതലങ്ങൾ വരുന്നത്. അതിൽ 9ാമത്തെ അർത്ഥം, നവാർത്ഥ തലം എന്ന് പറയുന്നത് ശിവമാണ്, പരമശിവനാണ്, മഹാദേവനാണ്, നാദബ്രഹ്മമാണ്, അക്ഷരമാണ്, അദ്വൈതമാണ്. അപ്പോൾ അതുവരെയാണ് അതിൻ്റെ തലങ്ങൾ വരുന്നത്. അപ്പോൾ 9 അർത്ഥതലങ്ങളാണ് അക്ഷരത്തിനുള്ളത്. അപ്പോൾ അർത്ഥം ഇത്രയും പ്രസക്തമായിരിക്കെ, ജീവന് പ്രാണന് ആവശ്യമായിരിക്കെ, അർത്ഥമില്ലാത്തത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അനർത്ഥമെന്നാണ്. അനർത്ഥത്തിന് പല പേരുകൾ നമുക്ക് നൽകാൻ സാധിക്കും. അനർത്ഥത്തിന് രോഗം എന്ന് പേര് നൽകാൻ സാധിക്കും, മൃത്യു എന്ന് പേര് നൽകാൻ സാധിക്കും, പുലയാട്ട് എന്ന് പേര് നൽകാൻ സാധിക്കും, അശുദ്ധി എന്ന് പേര് നൽകാൻ സാധിക്കും. ഇതൊക്കെ വിവിധ അർത്ഥങ്ങളാണ് അനർത്ഥത്തിൻ്റെ. അർത്ഥമില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അനർത്ഥമാണ്. പരമാവധി അത് മൃത്യുവിനെ
ക്ഷണിച്ചു വരുത്തുന്നു. മൃത്യുവിലേക്കുള്ള ഒരു വഴിയാണ് അനർത്ഥം കൂടി വരുന്നത്. അക്ഷരം നാദം എന്നത് അടിസ്ഥാനപരമായി ഉച്ചാരണത്തിൽ അധിഷ്ഠിതമായിരിക്കെ തെറ്റായവ ഉച്ചരിക്കുമ്പോൾ അത് അനർത്ഥമാകുന്നു. അനർത്ഥമാകുമ്പോൾ അത് മൃത്യു വരെ കൊണ്ടുവരാൻ ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ അർത്ഥാനർത്ഥങ്ങളാണ് മഹാഭാരതത്തിലെ സുയോധന ദുര്യോധനന്മാരായിട്ട് നമ്മുടെ ജ്ഞാനികളായ പൂർവികന്മാർ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. സുയോധനൻ തന്നെയാണ് ദുര്യോധനനുമായി വരുന്നത്. സുയോധനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥതലത്തിൽ നല്ലത്, ദുര്യോധനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥതലത്തിൽ ഇല്ലാത്തത്, അനർത്ഥം. ദുര്യോധനനായിരിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടായാലും അനർത്ഥമേ നടക്കൂ. ദുര്യോധനൻ സുയോധനനായിരിക്കുമ്പോൾ, അഥവാ സുയോധനൻ എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുന്ന ധൃതരാഷ്ട്രപുത്രന് നല്ലത് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നമ്മൾ സുയോധന ദുര്യോധനന്മാരെ കണ്ടു. തത്വമാണത്. അറിവിൻ്റെ, അർത്ഥത്തിൻ്റെ തത്വതലങ്ങളാണത്. വേദം 4 പകുത്തു. നാനാർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. 4 പകുത്തു. വേദം ഏകമാണ്, അതിന് 4 പകുത്തു വേദവ്യാസൻ. അതായത് അർത്ഥതലങ്ങളെ 4 പകുത്തു. അക്ഷരാർത്ഥ തലങ്ങളെ 4 പകുത്തു. പകുത്തു എന്ന് പറഞ്ഞാൽ 4 വിഭജിച്ചു. പകുതിയാക്കി എന്ന് പറയുന്നതാണ് ഏകദേശം പകുത്തു എന്ന് പറയുന്നത്. 4 വിഭജിച്ചു. വേദമേകമാണ്, അക്ഷരമേകമാണ്, പക്ഷെ അർത്ഥതലങ്ങൾ 4 അർത്ഥങ്ങളാണ് നമ്മൾ കണ്ടു. സുയോധനന്മാരെ പോലെ. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് അർത്ഥം വളരെ പ്രാധാന്യമുള്ളതാണ്. അർത്ഥമില്ലെങ്കിൽ അനർത്ഥം ഉണ്ടാവും. അനർത്ഥത്തിനെ നമ്മൾ പുലിയാട്ടെന്ന് വിളിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആളുകൾ പറയും, പുലിയാട്ട് തെറിയല്ലേ, പുലിയാട്ടെന്ന് പറയാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മളെ ഈ ഇടക്കേഷൻ എന്ന് പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പുലിയാട്ട് തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത്. പുല എന്ന് പറഞ്ഞാൽ ഭാഷയിലെ അതിനെ അശുദ്ധി എന്നാണ് അർത്ഥം. അശുദ്ധി എന്നതിനെ പുല എന്ന് പറയുന്നു. നാട്ടുഭാഷയിൽ അതിനെ പെല എന്ന് പറയും. അശുദ്ധി പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് പുലയായി മാറും. അനർത്ഥമാണ് അവിടെ ഉണ്ടാകുന്നത്. ഒരാൾ ശരീരം വിട്ടു പോകുമ്പോൾ അവിടെ അശുദ്ധി ഉണ്ടാകുന്നതിനാലാണ് അവരുടെ വീട്ടുകാർ പുല ആചരിക്കുന്നത്. അതായത് അനർത്ഥത്തിൻ്റെ പാരമ്യമായിട്ടുള്ള മൃത്യു നടക്കുമ്പോൾ അവിടെ അശുദ്ധിയുടെ അഴിഞ്ഞാട്ടത്തിൻ്റെ പാരമ്യം ആയിക്കഴിഞ്ഞു. അപ്പോൾ ആ പോയ ആളുടെ അനർത്ഥത്തിൻ്റെ പാരമ്യത്തിൽ പോയത് ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള, പ്രാണൻ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളുടെ ചുറ്റുമുള്ള ആളുകൾ അവരും അശുദ്ധമാക്കപ്പെട്ടതിനാലാണ് പുല എന്ന് പറയുന്ന പെല ആചരിക്കുന്നത്. ചുമ്മാ അങ്ങോട്ട് ആചരിക്കുന്നതൊന്നുമല്ല ഇത്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇടക്കേഷനിൽ തല കയറ്റി വെച്ചിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്ന വിശ്വാസം ഒന്ന് തന്നെ, രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നുമല്ല അത്. അശുദ്ധി നമ്മൾ എന്തുകൊണ്ട് കൈ കഴുകുന്നു? കയ്യിൽ അശുദ്ധിയായിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കഴുകുന്നു. അശുദ്ധി അനർത്ഥമാണ്. അനർത്ഥത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ് മൃത്യു എന്ന് പറയുന്നത്. അതുകൊണ്ട് മൃത്യുവിനെ അശുദ്ധിയുടെ, അനർത്ഥത്തിൻ്റെ ഏറ്റവും ഉന്നതതലമായി കണക്കാക്കുന്നതിനാൽ അവിടെ പുല ആചരിക്കുന്നു. അശുദ്ധമായത്
മാറി നിൽക്കുന്നു. നല്ലതിൽ നിന്നും കുറച്ച് സമയത്തേക്ക് അശുദ്ധമായത് മാറി നിൽക്കുന്നു. അതാണ് പുല. പുലയുടെ ആട്ടമാണ് പുലയാട്ടം. അശുദ്ധമായത് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെയാണ് പുലയാട്ടം എന്ന് പറയുന്നത്, അഥവാ പുലയാട്ട് എന്ന് പറയുന്നത്. അത് ചെയ്യുന്നവനെ പുലയാടി എന്ന് വിളിക്കുന്നു. പുലയാടി എന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം അശുദ്ധമായത്, അനർത്ഥമായത്, അർത്ഥമില്ലാത്തത് പുലമ്പുകയോ ചെയ്യുകയോ ചെയ്യുന്നവനെയാണ് പുലയാടി എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സ്ത്രീലിംഗമാണ് പുലയാടിച്ച് എന്നുള്ളത്. ഇതൊന്നും തെറിയല്ല, ഭാഷാപരമായി കൃത്യമായ ഒരു കാര്യമാണ്. തെറി എന്താന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ആളുകൾക്ക് ധാരണയില്ല. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിക്കേണ്ടത് എന്നാണ് അർത്ഥം. മനസ്സിലുള്ള അശുദ്ധി തെറിക്കണം, അത് കെട്ടിക്കിടക്കരുത്, അത് തെറിച്ചു പോകണം. അതിനുവേണ്ടി മലയാള നാട് കണ്ടെത്തിയിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയയാണ് തെറി എന്ന് പറയുന്നത്. തെറിക്കട്ടെ, അശുദ്ധി പുറത്തേക്ക് തെറിക്കട്ടെ, മനസ്സിൽ കെട്ടിക്കിടക്കാൻ അനുവദിക്കുന്നില്ല. അനർത്ഥം മനസ്സിൽ കെട്ടിക്കിടക്കാൻ അനുവദിക്കുന്നില്ല. തെറിയല്ല പുലയാട്ട്. പുലയാട്ട് അശുദ്ധിയാണ്. തെറി എന്ന് പറയുന്നത് മനസ്സിൽ കെട്ടിക്കിടക്കുന്ന തെറി അഥവാ അശുദ്ധി തെറിക്കേണ്ടതാണ് എന്നുള്ളതാണ്. അതിനെ തെറിപ്പിക്കുന്ന വിദ്യയാണ് തെറി. അപ്പോൾ പുലയാട്ട് ഒന്നാണ്, തെറി വേറെയാണ്. തെറി എന്ന് പറയുന്നത് അശുദ്ധിയെ തെറിപ്പിക്കുന്നതിന് നമ്മൾ നൽകുന്ന നാമമാണ്. പുലയാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയയാണ്. ഒരാൾ അശുദ്ധി ചെയ്യുന്നതിനെയാണ് പുലയാട്ട് എന്ന് പറയുന്നത്. അശുദ്ധി പറയുന്നതിനെയാണ് പുലയാട്ട് എന്ന് പറയുന്നത്. അർത്ഥമില്ലാത്തത് പറയുന്നതിനെയാണ്, പുലമ്പുന്നതിനെയാണ്. അർത്ഥമില്ലാത്തത് പ്രവർത്തിക്കുകയല്ല ചെയ്യുന്നതിനെയാണ് പുലയാട്ട് എന്ന് പറയുന്നത്. അപ്പം പുലയാട്ടിൽ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെടണമെങ്കിൽ അർത്ഥം ബോധ്യത്തിൽ വരണം, നാനാർത്ഥം ബോധ്യത്തിൽ വരണം. അർത്ഥമില്ലെങ്കിൽ അനർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തിയുടെയും പുരുഷന്റെയും ജീവിതത്തിൽ നടക്കും. അർത്ഥമില്ലാത്തത് തുടർച്ചയായി അനർത്ഥം ഉച്ചരിക്കുകയാണെങ്കിൽ, ചെയ്യുകയാണെങ്കിൽ, ആവർത്തിക്കുകയാണെങ്കിൽ സമൂഹത്തിൽ അനർത്ഥം പടർന്നു പിടിക്കും, രോഗങ്ങൾ പടർന്നു പിടിക്കും, മൃത്യു പടർന്നു പിടിക്കും, അനർത്ഥം പടർന്നു പിടിക്കും, പുലയാട്ട് പടർന്നു പിടിക്കും. ഇത് ഭാരതീയർക്ക് യുഗങ്ങളായി അറിയാവുന്ന വാസ്തവമാണ്. അതുകൊണ്ട് അവർ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞ് മനുഷ്യന് മനസ്സിലാവാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. അർത്ഥം നിങ്ങൾ ശേഖരിക്കണമെന്ന് അവർ പറഞ്ഞു വെച്ചു. അക്ഷരത്തിൻ്റെ അർത്ഥം ശേഖരിക്കണമെന്ന് അവർ പറഞ്ഞു വെച്ചു. പക്ഷേ ഭൂരിഭാഗം ഇടക്കേറ്റഡായിട്ടുള്ള ഭാരതീയർക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അതിൻ്റെ അർത്ഥം പിടികിട്ടിയില്ല. തോന്നിയതൊക്കെ പറഞ്ഞു. തോന്നിയതൊക്കെ പുലമ്പി, പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, പുലമ്പി, അനർത്ഥം പുലമ്പി. അനർത്ഥം ആവർത്തിച്ച് പുലമ്പുമ്പോൾ ആ നാടിൽ, ആ സമൂഹത്തിൽ അനർത്ഥം വന്നു ഭവിക്കും, വന്നു പെടും. അത് പ്രപഞ്ച സത്യമാണ്, അതിന് മാറ്റമില്ല. അർത്ഥത്തെക്കുറിച്ച് ഇത്രയും നിസ്സാരമായി കരുതുന്ന കേരളാളികൾ, മലയാളികളല്ല, കേരളാളികൾ എന്തുകൊണ്ട് അവരവരുടെ കുട്ടികൾക്ക് രാക്ഷസൻ, പുലയാടി, രാവണൻ, ചെറ്റ എന്നൊന്നും പേരിടുന്നില്ല? അസുരൻ എന്തുകൊണ്ട് പേരിടുന്നില്ല? എന്തുകൊണ്ടാണ് പേരിടാത്തത്? ഹിരണ്യകശിപു എന്താ പേരിടാത്തത്? ദുര്യോധനൻ എന്തുകൊണ്ട് പേരിടുന്നില്ല? അപ്പൊ കേരളാളി എന്ന് പറയുന്ന പുലിയാടിക്ക് അർത്ഥം അറിയാം, അർത്ഥം അറിയേണ്ടല്ല. സ്വന്തം മക്കൾക്കും അവരുടെ ബാക്കിയുള്ള ആളുകൾക്കൊന്നും അവരങ്ങനത്തെ പേരിടുന്നില്ല. അവർക്ക് അർത്ഥം അറിയാഞ്ഞിട്ടല്ല, അർത്ഥം അറിയില്ലെന്ന് അഭിനയിച്ചിട്ട്, അർത്ഥം
അനർത്ഥമാക്കി മാറ്റാൻ വേണ്ടി അവർ അനർത്ഥത്തെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഡിസീസസ് മൊത്തം അനർത്ഥമാണ്. ഭാരതീയ ഭാഷയിലെ അർത്ഥമുള്ള ഒന്നും തന്നെ അതിലില്ല. കിറോണ, പിറോണ, മൈരോണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറക്കി 2.5 കൊല്ലം ആളുകളുടെ ജീവിതം കുത്തുവാളെടുപ്പിച്ചു. കേരള എന്ന് പറയുന്ന പുലിയാട്ട് കേന്ദ്രത്തിൽ മാത്രം. പുലയാട്ടാണത്. അതിന് അർത്ഥമുണ്ടോ? അർത്ഥമില്ല. നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരപ്പെടുന്ന ഏത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ് നിങ്ങൾ നോക്കിക്കോ, അതിന് ഭാരതീയ ഭാഷയിൽ അർത്ഥമില്ല. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ ഭാരതീയ ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, മലയാള ഭാഷയെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അർത്ഥമില്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പുലമ്പലായിട്ടോ ചെയ്ത്തായിട്ടോ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനർത്ഥം കൊണ്ടുവരും, തീർച്ചയായും കൊണ്ടുവരും. 1956 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ പുലയാട്ടില്, അർത്ഥമില്ലാത്തതില് തുടങ്ങിയിട്ടുള്ള കേരള എന്ന പുലയാട്ടിൽ അതിനുശേഷം നടന്നിട്ടുള്ളത് മുഴുവൻ അനർത്ഥങ്ങളാണ്. മലയാളത്തെ വെട്ടിച്ചുരുക്കി, തലയും കാലും വെട്ടിമാറ്റി അനർത്ഥമായ കേരളയാക്കി, കേരളയ്ക്ക് അർത്ഥമില്ല ആക്കി മാറ്റി. അവിടെ പിന്നെ വന്നത് മുഴുവൻ സാഹിത്യ അക്കാദമി പുലയാട്ടുകളും രാഷ്ട്രീയക്കാരനും. എന്താണ് രാഷ്ട്രീയക്കാരൻ? ആർക്കും അറിയില്ല. രാഷ്ട്രീയം എന്താണ്? രാഷ്ട്രീയം പൊളിറ്റിക്സ് എന്ന് പറയുന്ന പുലിയാട്ടിന് ഇവിടെയുള്ള അനർത്ഥം വരട്ടെ എന്ന് പറഞ്ഞിട്ട് നടപ്പാക്കിയിട്ടുള്ള, പുലമ്പിയിട്ട് നടപ്പാക്കിയിട്ടുള്ള അധകൃതരുടെ നിർവചനം എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ചിട്ടുള്ളതാണ് രാഷ്ട്രീയ പാർട്ടി. ജനാധിപത്യം എന്താണ്? ജനാധിപത്യം ജനത്തിന്റെ ആധിപത്യമാണോ ജനാധിപത്യം? ജനങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നതിനെയാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? ഡെമോക്രസി എന്ന് പറയുന്ന പുലിയാട്ടിന് മലയാള ഭാഷ മാരീജൻ നമുക്കറിയാം. മാനായി വേഷം കെട്ടി വന്ന അസുരനാണ്. ആ അസുരന്റെ പോലെ ആളുകളെ കൊണ്ടുവന്ന് വെച്ച് അവരെ കൊണ്ട് ജനാധിപത്യം എന്ന പുലയാട്ട് പുലമ്പിപ്പിച്ച് അനർത്ഥം കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം. 1956 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ മുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? കേരള എന്ന് പറയുന്ന പുലയാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതം തന്നെ ദുഷ്കരമാക്കി, ഒരു അറിവുമില്ലാത്ത, ഒരു അറിവും ഒരു മേഖലയിലും ഇല്ലാത്ത, ഒരു മേഖലയിലും യാതൊരു കഴിവുമില്ലാത്തവർ പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്ന പുലിയാട്ടിന്റെ അടിസ്ഥാനം എന്ന് പറയാൻ പറ്റില്ല, പുലിയാട്ടിൽ നടത്തിയ തെമ്മാടിത്തങ്ങളുടെ തുടർച്ചകളാണ് നമ്മളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് അവസാനിച്ചിട്ടില്ല. മുറുക്കി കൊണ്ടുവരികയാണ്. ലൈസൻസ് എന്താ? ലൈസൻസ്. ടാക്സ് എന്താ ടാക്സ്? ഇത് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ടാക്സ് എന്ന് പറയുന്നത് നികുതിയല്ല, കുതിയാണ് നികുതി. നീ കുതിക്കേ, നിന്റെ ജീവിതത്തിൽ നീ കുതിക്കേ, നിന്റെ ഊർജം സംഭരിച്ച് നീ കുതിക്കേ, അതാണ് നികുതി. ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ പുലമ്പിയിട്ടുള്ളത് അത് മഴുവാണെന്നാണ്. നിന്റെ കാല് വെട്ടാനുള്ളതാണ്, കുതിക്കുന്നവന്റെ കാല് വെട്ടുന്നതാണ് ടാക്സ്. അർത്ഥമില്ലാത്ത കാര്യങ്ങൾ റിലൈജിയൻ, മതമെന്ന് നമ്മളെ പഠിപ്പിച്ചു. റിലൈജിയൻ എന്ന് പറയുന്ന പുലിയാട്ട് മതമെന്ന് പറഞ്ഞു നമ്മളെ പഠിപ്പിച്ചു. മതമെന്ന് പറയുന്നത് ഭാരതീയമായ അക്ഷരത്തിൽ നിന്ന് ഉത്പന്നമാകുന്നതാണ്. റിലൈജിയൻ അതല്ല, അത് പുലിയാട്ടാണ്. ഹിന്ദു ആണെന്ന് പറഞ്ഞ്, മുസ്ലിം ആണെന്ന് പറഞ്ഞ്, ക്രിസ്ത്യൻ ആണെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. മൂന്നും പുലിയാട്ടുകളാണ്. ഭാരത ഭാഷയിൽ മൂന്നിനും അർത്ഥം ഇല്ല. നിങ്ങൾ ഏത് ഭാഷ വെച്ചിട്ട് നോക്കിക്കോളൂ. ഭാരത ഭാഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സംസ്കൃതമാണ്. അക്ഷരോത്പന്നമായ സംസ്കൃതമാണ് ഭാരതീയ ഭാഷകളുടെ അടിസ്ഥാനം. അക്ഷരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള അർത്ഥം ഈ മൂന്ന് പുലിയാട്ടുകൾക്കുമില്ല. പുലിയാട്ടുകൾ എന്ന് പറഞ്ഞാൽ അനർത്ഥമാണ്. ഈ അനർത്ഥം ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ അനർത്ഥങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത് അനർത്ഥമാണ്.
മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് അനർത്ഥമാണ്. കാരണം അതിന് അർത്ഥമില്ല, ഭാരതീയ ഭാഷകളിൽ അർത്ഥമില്ല. അതുപോലെ തന്നെ ഇഡക്കേഷൻ എന്ന് പറയുന്നതിന് അർത്ഥമില്ല, അത് വിദ്യാഭ്യാസമല്ല. സയൻസ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല, കാരണം അത് വിദ്യാഭ്യാസമല്ല. ഈ പറയുന്ന പുലിയാട്ടുകൾക്ക് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ വേർഡ്സ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് മുഴുവൻ പുലിയാട്ടുകളാണ്. ഗവൺമെൻറ്, അതിന് ഭാരതീയ ഭാഷയിൽ അർത്ഥമില്ല. സർക്കാർ, അതിന് ഭാരതീയ ഭാഷയിൽ അർത്ഥമില്ല. ഗവൺമെൻറ്റിന് ഭാരതീയ ഭാഷയിൽ അർത്ഥമില്ല. ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്നാ. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിമാരിൽ പ്രധാനി, മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ മന്ത്രിമാരിൽ മുഖ്യൻ, രണ്ടിനും ഒരേ അർത്ഥം. പക്ഷേ ഇവിടെ നമ്മളോട് പുലിയാട്ട് തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത് ചീഫ് മിനിസ്റ്റർ വേറെ എന്തോ ഒന്ന്, പ്രൈം മിനിസ്റ്റർ വേറെ എന്തോ ഒന്ന്, രണ്ടും പുലിയാട്ടുകളാണ്. അപ്പോൾ അർത്ഥമില്ലാത്തത്, മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രിയല്ല, മന്ത്രിയാവണമെങ്കിൽ അവിടെ രാജാവ് ഉണ്ടാകണം. രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ്, ജ്ഞാനമാണ്, ശിവനാണ്. അതിൽ നിന്ന് ജ ജനിക്കുന്നവനാണ് രാജ. ആ രാജയ്ക്ക് ചെവിയിൽ മന്ത്രിക്കുന്നവനാണ്, ശക്തി പകർന്നു കൊടുക്കുന്നവനാണ് മന്ത്രി. മന്ത്രി അതാണ്. രാജാവില്ലാത്തടത്ത് രാജ്യവുമില്ല, രാജ്യമില്ലാത്തടത്ത് മന്ത്രിയുമില്ല, രാജ്യമില്ലാത്തടത്ത് രാജാവുമില്ല, രാജാവില്ലാത്തടത്ത് മന്ത്രിയുമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് സത്യമാണ്. അർത്ഥതലങ്ങൾ മനസ്സിലാക്കി പുരുഷാർത്ഥ തലങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് അക്ഷരാർത്ഥം എപ്പോഴും ജീവിതം നല്ല രീതിയിൽ നൽകും. ധർമ്മം നല്ല രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കും. കാരണം അക്ഷരം സ്വയം ധർമ്മം തന്നെയാണ്. അക്ഷരം സ്വയം ധർമ്മമാകുമ്പോൾ, അർത്ഥം അക്ഷരത്തിൻ്റെ അർത്ഥമാകുമ്പോൾ അത് ശക്തി തന്നെയാണ്, അത് ധനം തന്നെയാണ്, അത് അർത്ഥം തന്നെയാണ്, അത് പ്രാണൻ തന്നെയാണ്, അത് ആദി പരാശക്തി തന്നെയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അനർത്ഥങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ, അനർത്ഥം ഉച്ചരിക്കാതിരിക്കാൻ, പുലിയാട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ നമ്മൾ ശ്രദ്ധാപൂർവം ശ്രമിക്കണം. നമ്മളുടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ള എല്ലാ പുലിയാട്ടുകളും, ചെറ്റത്തരങ്ങളും, അശുദ്ധിയും, അനർത്ഥങ്ങളും നമ്മൾ മനസ്സിൽ നിന്ന് നീക്കിക്കളഞ്ഞ് ഭാഷയെ ഏറ്റവും ശുദ്ധമായ രൂപത്തിൽ സ്വീകരിക്കാൻ പഠിച്ചാൽ പുരുഷാർത്ഥ തലങ്ങൾ, അക്ഷരാർത്ഥ തലങ്ങൾ, നാനാർത്ഥങ്ങൾ മനസ്സിലാക്കുകയും മനസ്സിലാകുകയും അതിലൂടെ നമുക്ക് പരമാർത്ഥത്തിലേക്ക് എത്താൻ സാധിക്കുകയും മുക്തിയിലേക്ക്, മോക്ഷത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക്, കൈവല്യത്തിലേക്ക്, ശിവത്തിലേക്ക്, മംഗളകരമായതിലേക്ക്, ഓംകാരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അർത്ഥത്തിൻ്റെ സമർത്ഥമായ ഈ വിശദീകരണം, അപൂർവമായ ഈ വിശദീകരണം ഇവിടെ മലയാള ദേശത്തിന് സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.